നമസ്കാരം. നവീൻ ബാബുവിൻ്റെ ADM ആയിരുന്ന കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം, അതിനെ സംബന്ധിച്ച് CBI അന്വേഷണം വരുന്നു. PP ദിവ്യ ആണ് നവീൻ മരണത്തിൻ്റെ കാരണക്കാരി എന്ന് ആ കുടുംബവും ആ നാട്ടുകാരും വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നവീൻ ബാബു ഒരു സാധാരണ വില്ലേജ് ഓഫീസറായിട്ട് അദ്ദേഹം സർക്കാർ ജീവനം തുടങ്ങി. ADM വരെയായി. PP ദിവ്യ ഒരു പൊതുചടങ്ങിൽ വെച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് മോശമായി സംസാരിച്ചു. അതിൻ്റെ വിഷമത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിൻ്റെ നിഗമനം അന്വേഷണത്തിൽ കണ്ടത്. ആത്മഹത്യാ പ്രേരണയ്ക്ക് PP ദിവ്യയുടെ പേരിൽ കേസെടുത്തു. അവർ ജയിലിലും പോയി, ജാമ്യത്തിലുമാണ്. ഈ ആത്മഹത്യാ പ്രേരണ എന്ന കുറ്റം തെളിയിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഒരാളെ ആത്മഹത്യയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുക, വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പ്രേരണയാവത്തില്ല. ഞാൻ ഒരാളെ 10 ചീത്ത പറഞ്ഞു, അത് പ്രേരണയല്ല. ഒരാളെ മോശപ്പെടുത്തി പറഞ്ഞു, അത് പ്രേരണയല്ല. അയാളെ ആത്മഹത്യ ചെയ്യാൻ മനഃപൂർവ്വം പ്രേരിപ്പിക്കണം. അത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ 31 വർഷത്തെ വക്കീൽ പണിയിൽ ഇന്ന് വരെ ഒരു ആത്മഹത്യാ പ്രേരണയും തെളിയിച്ചതായിട്ട് എനിക്കറിയില്ല. അത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് PP ദിവ്യക്കെതിരെ എടുത്ത കുറ്റം തെളിയിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഒരു പൊതുചടങ്ങിൽ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമേ തെളിയിക്കാൻ പറ്റൂ. ആ ആരോപണം ഒരു ആത്മഹത്യാ പ്രേരണയായി കണക്കാക്കാൻ പറ്റില്ല. പലർക്കുമെതിരെ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ പലർക്കുമെതിരെ ആരോപണം ഉന്നയിക്കും. അവരെല്ലാം ആത്മഹത്യ ചെയ്താൽ അതൊരു ആത്മഹത്യാ പ്രേരണയാവത്തില്ല. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം, ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായി എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെപ്പറ്റി പറയാം. സാധാരണ ഒരു മനുഷ്യൻ ആയിരുന്നു ഈ നവീൻ ബാബു എന്ന മനുഷ്യൻ. വളരെ മര്യാദക്കാരനായ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ. വില്ലേജ് ഓഫീസർ തസ്തികയിൽ നിന്ന് ഉയർന്നാണ് ഈ ADM വരെ ആയത്. അദ്ദേഹം അതുവരെ എത്തുന്നത് വരെ എന്തുമാത്രം പ്രശ്നങ്ങൾ നേരിട്ട് കാണും, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു കാണും, പല ആരോപണങ്ങൾ വന്നു കാണും, പല സമ്മർദ്ദങ്ങൾ വന്നു കാണും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ PP ദിവ്യ എന്നൊരാൾ പൊതുചടങ്ങിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ആത്മഹത്യ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അതുപോലൊരു അസംഗീത ഘട്ടം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം അതിൽ കുടുങ്ങുമെന്നും അതീവമായ പ്രശ്നത്തിൽ വരുമെന്നും വെളിവാകണം. അങ്ങനെ വെളിവായിട്ടില്ല. സാധാരണ രാഷ്ട്രീയക്കാർ ആരോപിക്കുന്ന തരത്തിൽ ഒരാരോപണം ഒരു ഉദ്യോഗസ്ഥനെതിരെ എടുത്തു. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പറ്റി, ഇഷ്ടമില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ ഒരു പതിവാണ്. അത്തരത്തിൽ ഈ PP ദിവ്യ പറഞ്ഞു. അതൊരു ആത്മഹത്യാ പ്രേരണയല്ല. അപ്പോഴാണ് സംശയം വരുന്നത്. ആത്മഹത്യ ചെയ്യാൻ തക്ക തരത്തിലുള്ള കാരണങ്ങൾ ഇതിനകത്തില്ല. പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തുന്നു. എന്തായാലും അദ്ദേഹം മരിച്ചു എന്നുള്ളൊരു സത്യമാണ്. ആത്മഹത്യ ചെയ്യാനുള്ള കാരണമില്ല, അതിനുള്ള പ്രേരണയുമില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു? അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകണം. അങ്ങനെ ഒരു കാരണവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആ കുടുംബത്തിൻ്റെ സംശയം ഇത് കൊലപാതകമാണോ എന്നാണ്. സംശയിക്കുന്ന സാഹചര്യങ്ങൾ പലതുമുണ്ട്. കണ്ണൂരിലെ സഖാക്കൾ, കണ്ണൂരിലെ രാഷ്ട്രീയം നമുക്കറിയാം. അവർ എതിരാളികളോട് ഇത്തരത്തിൽ പല ക്രൂരമായ കൃത്യങ്ങളും ചെയ്യുന്ന രീതിയാണുള്ളത്. ഒരു പൊതുചടങ്ങിൽ വെച്ച് ഒരു ആക്ഷേപം അല്ല ഒരു ആരോപണം ഉണ്ടായി, അന്ന് തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തക്കവണ്ണമുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത സ്ഥിതിക്ക് അപ്പോഴാണ് കൊലപാതകത്തിലേക്ക് അത് തിരിയുന്നത്. സാധാരണ ഒരു സംശയമാണ്. ഇനിയും ശരിക്കും ആത്മഹത്യ തന്നെ ആയിരുന്നിരിക്കട്ടെ. ആ കുടുംബത്തിൻ്റെ ആവശ്യം എന്താണ്? കേരള പോലീസ് വളരെ ചായ്വോടുകൂടി ആ കേസ് അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടാക്കി, അന്വേഷണത്തിൽ വെള്ളം ചേർത്തു, അന്വേഷണത്തിൽ കള്ളം ചെയ്തു എന്നാണ് ആ കുടുംബത്തിൻ്റെ വിശ്വാസവും ആരോപണവും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു സത്യസന്ധമായ ഏജൻസി, അവർക്ക് വിശ്വാസമുള്ള ഏജൻസി, CBI, ഒരു കേന്ദ്ര ഏജൻസി, CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് അവരാവശ്യമായി ഇടതുപക്ഷ സർക്കാരിൻ്റെ മുന്നിലെത്തി. തീർത്തും അത് വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. അതെന്തുകൊണ്ട്? എന്താണ് കാരണം? അതിൻ്റെ മാർക്സിസ്റ്റ് കുടുംബമായ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അപേക്ഷ ഇടതുപക്ഷ സർക്കാർ നിരസിച്ചു. അത് ശരിയാണോ? ഒരു കുടുംബത്തിന് ആ കുടുംബത്തിലെ നാഥൻ, ആ കുടുംബത്തിലെ അംഗം ഇല്ലാതായാൽ, അല്ലെങ്കിൽ അദ്ദേഹം മരിക്കപ്പെട്ടാൽ അത് എങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു എന്നറിയാനുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശം നിഷേധിക്കലാണ്. മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ നവീൻ ബാബുവിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഈ പാർട്ടി അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ എത്രമാത്രം ക്രൂരതയാണ് ആ കുടുംബത്തോട് ചെയ്തത്? സത്യസന്ധമായ അന്വേഷണത്തിന്
അവർ വഴിയൊരുക്കിയില്ല. എന്നാൽ വളരെ സന്തോഷമുണ്ട്, വി.ഡി. സതീശൻ സർക്കാർ അന്വേഷണം CBI ഏൽപ്പിക്കാമെന്ന് ഉറപ്പ് നൽകി. CBI അന്വേഷിക്കട്ടെ. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അത് കണ്ടെത്തട്ടെ, കൊലപാതകമാണെങ്കിൽ അത് കണ്ടെത്തട്ടെ. എന്തായാലും CBI ഒരു കള്ളക്കേസ് എടുത്ത് ദിവ്യയെ പൂട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സത്യസന്ധമായ അന്വേഷണം CBI നടത്തും, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തും. ഇനി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതെന്താണ് കാരണം എന്ന് കണ്ടെത്തും. ഇനിയും PP ദിവ്യയുടെ ആരോപണത്തിലല്ല, മറ്റൊരു കാര്യത്തിലാണെങ്കിൽ PP ദിവ്യയ്ക്കാണ് അതിൻ്റെ ഗുണം. PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് എടുത്ത കേസ് റഫർ ചെയ്യും. PP ദിവ്യ കുറ്റക്കാരി അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുവാണ് അതുവഴി വരുന്നത്. അതിനെന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ വിലങ്ങുതടിയായി നിന്നു, എന്തുകൊണ്ട് എതിർത്തു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ തന്നെ CBIക്ക് അത് വിടേണ്ടതായിരുന്നു. അവിടെയാണ് സംശയം. ആ സംശയം ദൂരീകരിക്കപ്പെടും, അന്വേഷണം നടക്കും, സത്യസന്ധമായി തന്നെ നടക്കും. CBI അന്വേഷിച്ച പല കേസുകളും, തെളിയാത്ത പല കേസുകളും തെളിഞ്ഞിട്ടുണ്ട്. ജനത്തിനും നവീൻ ബാബുവിൻ്റെ കുടുംബക്കാർക്കും അദ്ദേഹത്തിൻ്റെ ഗ്രാമവാസികൾക്കും എല്ലാം ഈ മരണം സത്യസന്ധമായി അന്വേഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കുമുണ്ട് ആഗ്രഹം. ഇതിലെ ഉള്ളുകളികൾ എന്താണെന്നറിയണം. ദിവ്യയെ പ്രതിയാക്കണമെന്നോ ദിവ്യയെ ക്രൂശിക്കണമെന്നോ ഒന്നും ആരോപിക്കുന്നില്ല. യഥാർത്ഥ കാര്യം അറിയണം. എന്തായാലും നവീൻ ബാബുവിൻ്റെ കുടുംബവും ആ നാട്ടുകാരും ഉറച്ചു വിശ്വസിക്കുന്നു, സാധാരണ ഒരു വിഷയത്തിൻ്റെ പേരിൽ, ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിൽ നവീൻ ബാബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. ആ സ്ഥിതിക്ക് ഇത് ആത്മഹത്യയാണെങ്കിൽ എന്താണ് കാരണം? ഇനി അല്ല അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയതാണെങ്കിൽ അതും കണ്ടെത്തണം. കണ്ടെത്തിയേ മതിയാകൂ. എങ്കിലേ നീതി നടപ്പാവൂ. നീതി നടപ്പാകണം. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, പിടികൂടപ്പെടുക തന്നെ വേണം. അവർ രക്ഷപ്പെടാൻ പാടില്ല. CBI അന്വേഷിച്ച് ദിവ്യയ്ക്ക് ഇതിൽ പങ്കില്ലെങ്കിൽ അവർ രക്ഷപ്പെടും. അങ്ങനെ വേണം. അവരെ പ്രതി ചേർക്കണമെന്നും അവരെ ശിക്ഷിക്കണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്ക് പങ്കില്ലെങ്കിൽ അവരെ ക്രൂശിക്കരുത്. പങ്കുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടണം. ഇനി മറ്റാരെങ്കിലും ആണെങ്കിൽ അവർ പിടിക്കപ്പെടണം. എന്തായാലും സത്യം ജയിക്കട്ടെ. സത്യമേവ ജയതേ. നന്ദി, നമസ്കാരം.